സാജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദ് ബിരിയാണിയാണ്. സ്പൈസിയാണ്, ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ. വാ. ഇനി അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ചിക്കനാണ്. ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഞാൻ 1 കിലോയാണ് റൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ, ഇത് സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് മല്ലിയില, പുതിന. ഇതിൽ കൂടുതലും ചേർക്കുന്ന മല്ലിയിലയാണ്. നമ്മളെ കേരള ബിരിയാണി പോലെയല്ല, കൂടുതലും മല്ലിയില ചേർക്കും ഇതിൽ. പിന്നെ ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർക്കാൻ കളറിന് വേണ്ടി, അല്ലെങ്കിൽ സാദാ മുളക് പൊടിയാണ്. പിന്നെ ഇത് പച്ചമുളക് പേസ്റ്റാണ്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇത് പട്ട പൊടിച്ചതാണ്, ഇത് ഗരം മസാല, ഇത് സാജീര പൗഡർ. ഇത് ഞാൻ കളറ് റെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ ചേർക്കാം. ഇത് പാലിലാണ് ഞാൻ കലക്കി വെച്ചേക്കുന്നത്. ഇത് കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലി വേണ്ട. ഹൈദരാബാദ് ബിരിയാണിക്ക് കസ്തൂരി മേത്തി വേണം, പക്ഷേ എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. പിന്നെ ഇത് തൈരാണ്, തൈര് മിക്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യില്ല ഹൈദരാബാദിന്, പക്ഷെ ഓയിൽ നിങ്ങളെ ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് പട്ട കാക്കുമ്പോൾ ഇത് റൈസിന് വേണ്ടി എടുത്ത് വെച്ചാണ്. ഇനി നമുക്ക് അതിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാവേ. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള എണ്ണയിലേക്ക് ഇടാവേ. ഇടണം. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളി ഫ്രൈ ആയി വന്നു. നല്ല ബ്രൗൺ ആവണം. ഇത് നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാവേ. ഇങ്ങനെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് പിന്നെ മിക്സ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ. ഇനി ചിക്കൻ മിക്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വയ്ക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഓയിലാണ് ഒഴിക്കുകയാണ്. ഞാൻ കുറച്ച് ഒഴിച്ചാൽ മതിയാ. അത് കഴിഞ്ഞ് ഉപ്പ് ഇടാവേ. ഉപ്പ് പിന്നെ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ മുളക് പൊടി, പിന്നെ ഹൈദരാബാദി ചിക്കന് നമുക്ക് പിന്നെ സ്പൈസി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എരിവ് കൂടുതലാണ് ആ ബിരിയാണിക്ക്. അപ്പോൾ അതിനാണ് ഇത്. ഇഞ്ചിയാണ്, ഇത് വെളുത്തുള്ളി പേസ്റ്റ്, കസ്തൂരി മേത്തിൻ്റെയാണ് വെച്ചിടാം നമുക്ക്. പിന്നെ ഉള്ളത് ഗരം മസാല വെച്ചിടണം. പിന്നെ ഇത് പട്ട പൊടിച്ചാണ്. ഇതിന് നല്ല സ്മെല്ലാണ്. ഇതാണ് ഇത് ഏറ്റവും കൂടുതൽ ദം പൊട്ടിക്കുമ്പോൾ സ്മെല്ല് വരിക. ഇത് സാജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ ഇതാട്ടോ സാജീരകം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇട്ടു. ഇനി മല്ലിയില കൂടുതലിടണം. ഇതിൽ മല്ലിയില നമുക്ക് ജാസ്തി നല്ല സ്മെല്ലാണ്. പിന്നെ കുറച്ച് മിക്സ് ചെയ്ത് വെച്ച് ഞാൻ റെഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിഷ്ടത്തിന് ഉപയോഗിക്കാം. ഇനി ഉള്ളി പൊരിച്ച് വെച്ചതാണ്, അതിടണം. നമുക്കിനി എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിക്കാതെ നല്ല മിക്സ് ചെയ്യണം.
എന്നാലും അതിലേക്ക് ഇത് പിടിക്കുള്ളൂ. എല്ലാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെ ചിക്കൻ നമ്മൾ മിക്സ് ചെയ്തു, എല്ലാം ഇതാക്കി 1 മണിക്കൂർ വെക്കണം കേട്ടോ. 1 മണിക്കൂർ അത് നല്ല പിടിക്കാൻ വേണ്ടി, മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഇനി റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാവേ. നമുക്ക് ഇനി ഇത് വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പട്ട, ഏലക്ക, പിന്നെ അങ്ങനെ എല്ലാം ഇടാതെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് സാജീരകം ഇടാം, കുറച്ചിടാവേ. പിന്നെ കുറച്ച് മല്ലിയില, പുതിന, അതിട്ടു. ഇനി നമുക്ക്, ഞാൻ ബാസ്മതി റൈസ് കഴുകിയതാണിത്. കഴുകി ബാസ്മതി ഇന്ത്യ ഗേറ്റാണ് അരിയെ. നമുക്കിനി അത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാവേ. അതിൽ കുറച്ച് ഉപ്പിട്ടു. ഇനി അതിൻ്റെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 വേവ് ആകുമ്പോൾ നമുക്ക് വേറൊരു ഇതിലേക്ക് ഊറ്റിയെടുക്കാം ഈ അരി കേട്ടോ. ഈ റൈസ് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 1/2 വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ദമ്മി കിടന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഊറ്റിയെടുക്കാവേ. എന്നിട്ട് ഒരു അരിക്കയിലേക്ക് ഊറ്റിയിടാം. അങ്ങനെ റൈസ് നമുക്ക് വെള്ളം പോകാൻ വേണ്ടി 1/2 വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം പോകാൻ വേണ്ടി വെച്ചേക്കുക. ഇനി നമുക്ക് അതിന് മസാലയാക്കാൻ ചിക്കൻ 1 മണിക്കൂർ വെച്ചതാണ്. അത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ അതിൽ എണ്ണ ചേർത്തതാണ് നമ്മൾ, എന്നാലും ഈ പാത്രത്തിൽ പിടിക്കൊണ്ടുകൊണ്ട് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് ഇടാവേ. ഇറക്കി വെച്ച് നല്ല മണം വരുന്നുണ്ട് മസാലേൻ്റെ. ഈ ഹൈദരാബാദ് ബിരിയാണിക്ക് മസാലയ്ക്ക് നല്ല സ്മെല്ലാണ്. നമ്മുടെ കേരള ബിരിയാണീൻ്റെ സ്മെല്ലല്ല, അത് വേറൊരു സ്മെല്ലായിരിക്കും. പട്ടയൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചിടുന്നതുകൊണ്ട് ആ സ്മെല്ലൊക്കെയാണ് വരിക. ഇതിൽ നമ്മൾ പെരുംജീരകമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് നമുക്കൊരു 1/2 വേവിൽ വേവിച്ചെടുക്കണം. വിധം ഇത് കുറച്ച് വേവട്ടെ. നമുക്ക് മൂടി വയ്ക്കാവേ. നമുക്ക് ഇനി കുറച്ച് വെള്ളം കുറച്ച് ഉറ്റിച്ചു കൊടുക്കാവേ. ഇത് ഞാൻ റൈസ് ഊറ്റിയ വെള്ളമാണ്. കുറച്ച് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കാം. കിടന്ന് 1/2 വേവാകുമ്പോൾ നമുക്ക്
ദമ്മിടണം. അത് ഞാൻ അല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്നത് ഹാഫ് വേവിലല്ല, പക്ഷെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹാഫ് വേവിൽ എടുത്തിട്ട് ദമ്മിടുന്നത്. അല്ലെങ്കിൽ അല്ലാതെ തന്നെ ദമ്മിടേണ്ട ബിരിയാണിയാണ്. ഇടയ്ക്ക് മൂടി തുറന്നത് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അത് നമ്മൾ ചിക്കൻ എന്താ എങ്ങനെയാണെന്ന് ഒക്കെ നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതാക്കി വെക്കണം. ഒരു ഹാഫ് ആയാൽ മതി കേട്ടോ വേവ്. പിന്നെ ദമ്മി കിടന്നായിക്കോളും. അപ്പോൾ നമുക്ക് ഈ തവ വെച്ചിട്ട് അത് ചൂടാക്കാൻ വയ്ക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലോണം. എന്നിട്ട് നമുക്ക് ഇതൊരുവിധം ഇത് കാണുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്. ഒരുവിധം ഹാഫ് വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഇതില്ലേ സവാള പൊരിച്ച് വെച്ചത് ഫ്രൈ ഇത് മേലെ നമ്മൾ ഇടണം. അതിൽ കശുവണ്ടിയുണ്ട്, മുന്തിരിങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ പൊരിച്ച് വെച്ചാണ്. ഞാൻ ആദ്യം ഇത് ഇടുവാണ്. സിമ്മിൽ വെക്കണം കേട്ടോ. ആദ്യം ഇത് ഇടുക അങ്ങനെ. എന്നിട്ട് നമുക്ക് അതിട്ടിട്ട് കുറച്ച് മല്ലിയിലേന്തി ഇതൊക്കെ ഇടുക. ഇനി നമുക്കിത് ദമ്മിടാൻ പോവാം കേട്ടോ. ഇനി റൈസ് ഇടുക അതിൻ്റെ മേലെ കേട്ടോ. എന്നിട്ട് പൊടികൾ കുറച്ച് തമ്മിൽ ചൂട ഇട്ടതാട്ടോ. ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് കസ്തൂരി മെത്തി ഇടുന്നതാണ്. അതിന് മേലെ പാക്കേജിന് ഇടുന്നുള്ളൂ. അത് ഒരു വേണ്ടി ഇടുന്ന പട്ടേൻ്റെ പൊടിയാണ്, പട്ട് പിടിച്ച പൊടിയാണിത്. ഇതൊക്കെ ഇട്ടാൽ നല്ല സ്മെല്ലായിരിക്കും. ദമ്മ് പൊട്ടിക്കുമ്പോൾ നല്ല മണം കിട്ടും. ഒത്തിരി ഒന്നും ഇടരുത് കേട്ടോ, കുറച്ച് ഇടാവുള്ളേ. ഇത് ജീരകത്തിൻ്റെ കുറച്ച് ഇടുക. ഇനി ഞാൻ ഇത് റൈസിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ദമ്മ് ഇടുമ്പോൾ ഞാൻ റൈസിൻ്റെ വെള്ളം കുറച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കുക. സാധാ വെള്ളം ഒഴിച്ച് കുറച്ച് ഉറ്റിച്ചാൽ മതി, കുറേയൊന്നും ഉറ്റിക്കരുത്. കുറച്ച് ഇങ്ങനെ ഉറ്റിച്ചിട്ട് ഇനി നമുക്ക് ദമ്മ് ഒരു തവ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ആ തവേൻ്റെ ചൂടാവാൻ വെച്ച തവ നമുക്ക് ദമ്മിടാൻ ഇതിൻ്റെ മേലെ
നമുക്ക് മൈദ ഇങ്ങനെ വെച്ച് ഒട്ടിക്കണം. ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇത് സാധാരണ മൈദപ്പൊടി നമ്മൾ അധികം വെള്ളമില്ലാതെ കുഴച്ചെടുക്കാൻ കേട്ടോ. ഇതാകുമ്പോൾ ആക്കുക. എന്നിട്ട് അതിന് പാകമുള്ള മൂടി വെച്ചിട്ട് വേണം അയക്കാൻ. ഇങ്ങനെ ആക്കിയാൽ ഏറെ പുറത്ത് പോവില്ല. ഇതുപോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് മൂടി വെച്ച് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക. നല്ല ടേസ്റ്റാണ് അത് നമുക്ക് കഴിക്കാത്തവരും കഴിച്ചു പോയിട്ട് സ്മെല്ല്. ഇതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണേ, ഈസിയാണ്. നമ്മളിപ്പോൾ ഇത് കസ്തൂരിമേത്തിയും പിന്നെ പട്ടേൻ്റെ പൊടി അതൊന്നും ഇല്ലെങ്കിൽ, പട്ടേൻ്റെ പൊടി ഇമ്പോർട്ടൻ്റ് ആണ്, അതിനാണ് സ്മെല്ല് വരുന്നത്. നമുക്ക് ഉള്ളതും കൊണ്ട് ഉണ്ടാക്കാം ഇതുപോലെ കേട്ടോ. ഇത് ബസ്മതി റൈസ് തന്നെ വേണം. നമുക്കിത് അടുത്ത് വെച്ച് ഇങ്ങനെ അമർത്തി വെക്കാം. നല്ല അമർത്തി കൊടുക്കണം കേട്ടോ, അതൊന്നും പുറത്ത് പോകരുത്. ഇതേ സമയമൊന്നും എടുക്കുകയൊന്നുമില്ല കേട്ടോ, വേഗം ഉണ്ടാക്കേണ്ടതുള്ളൂ. പിന്നെ ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കണലിടും. എനിക്ക് അത് കണലിടാൻ സൗകര്യമില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ മേലെ ചൂടുവെള്ളം, തിളപ്പിച്ച ഇളം ചൂടിൻ്റെ ചൂടുവെള്ളം വെയിറ്റ് വയ്ക്കുക. നമുക്ക് ഇനി ഇത് തവയിലേക്ക് എടുത്ത് വയ്ക്കണം. തവയുണ്ട്, തവ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെക്കാം. ഇത് വലിയ തവ വേണം, എനിക്ക് ചെറുതുള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാനിത് വെക്കുന്നേ. വലുത് നോൺ സ്റ്റിക്കിൻ്റെ വെക്കരുത്, നോൺ സ്റ്റിക്ക് പാൻ വെക്കരുത്. കട്ടിയുള്ള, ഒരുവിധം കട്ടിയുള്ളതിൽ വേണം വെക്കാൻ, വേറെ ഒന്നും പുറത്തു പോകരുത്. ഇതിൻ്റെ ഹൈയിൽ വെക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഈ സൈഡിലൂടെ നേരെ പുറത്തേക്ക് വരും, നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഓഫാക്കാം. ഇതിന് മേലെ കണലാണ് ഇടേണ്ടത്. പിന്നെ കണലിന് വേണ്ട ചേർത്തേൻ്റെ എന്തെങ്കിലും കണല് കോരിയിടാം, അല്ലെങ്കിൽ തിളപ്പിച്ച ചൂടുവെള്ളം വെയിറ്റ് ഉള്ളതിൻ്റെ മേലെ കയറ്റി വയ്ക്കുക. ഞാൻ ഇതാണ് വെക്കുന്നത്. അങ്ങനെ 10 മിനിറ്റായി. സൈഡിലൂടെ ഇങ്ങനെ ഏറി വരും, അതിൻ്റെ ഇങ്ങനെ കൈ വെച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ഓഫാക്കുകയാണ്. പിന്നെ ഓഫ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ഇരിക്കണം, അപ്പം പൊട്ടിക്കരുത്, വേറെ പിന്നെ ഇതായി പോകും. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞത് ചൂടാറിയ ശേഷമേ പൊട്ടിക്കാൻ പാടുള്ളൂ. മിക്സ് ചെയ്യാതെ ഹൈദരാബാദ് ബിരിയാണി മിക്സിങ് ആണ് കേട്ടോ. കണ്ടോ, അടിപൊളി ബിരിയാണി.
അങ്ങനെ നമ്മളെ ബിരിയാണി റെഡിയായി. ഇതാണ് ഹൈദരാബാദ് ദം ബിരിയാണി. സ്പൈസിയാണ്, എരിവായിരിക്കും. എനിക്ക് എരിവ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ സ്പൈസിയായ ഹൈദരാബാദ് ബിരിയാണി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി അടുത്ത റെസിപ്പിയായി നമുക്ക് കാണാവേ. ബൈ.